ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു കർക്കിടക കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അമ്മമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ബൗളിന് ഒരു അര ബൗൾ, ചെറിയ ബൗളിനാണ് ഒരു അര ബൗൾ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മളിത് പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവയെന്ന് പറയുന്നത് ഒരു വലിയ 2 സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബൗളിന് ഏകദേശം അര ബൗൾ തികച്ചെടുക്കണ്ട, ഒരു 1/4 ടു അര ബൗളിന് ഇടയിൽ എടുക്കാം. അതായത് കുതിർന്ന് വരുമ്പോഴാണ് അത്രയും ഉണ്ടാവുക. അപ്പം വലിയ 2 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ കുതിർന്ന് വരുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു അര ബൗളോളം ഉണ്ടാവും. ഇത് ഞാൻ തലേന്ന് രാത്രി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചതാണ്. അപ്പോൾ ആ വെള്ളം തന്നെ നമുക്കിന്ന് യൂസ് ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമ്മ പറഞ്ഞു തന്നാണ് കേട്ടോ, ഇതുപോലെ നമ്മൾ ആ വെള്ളത്തിൽ ഇത് നന്നായിട്ട് ഞെരടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അതിൻ്റെ തൊലി ഇളകി വരും. മാക്സിമം നമുക്ക് എത്രത്തോളം കളയാമോ അത്രത്തോളം ആ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പ് രസം കുറയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ അതേ വെള്ളം തന്നെയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം പിന്നീട് കളയില്ല. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം തന്നെ നമുക്കെടുക്കാം. ഔഷധ ഗുണമുള്ളതാണ്, അതുകൊണ്ട് ആ വെള്ളം കളയണ്ട. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടരുത്, കാരണം ഉലുവയാണ്. ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഒരു കൊഴുപ്പ് വരും നമ്മുടെ ഈ വെള്ളത്തിന്. അപ്പോൾ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പുറത്തേക്ക് ചീറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാവും, കുക്കറിൻ്റെ അടപ്പിൽ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട. ഒരു 3 വിസിലൊക്കെ കേൾപ്പിച്ച് എടുക്കാം. 2 or 3 വിസിൽ കേട്ടോ. ഉലുവയും അരിയും നന്നായിട്ട് വേവണം. എന്നാൽ അങ്ങ് ഒരുപാട് ഉടയുന്ന പരുവാവുകയും ചെയ്യരുത്. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉലുവ കുതിർത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഉലുവ കഞ്ഞിയായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇതിൻ്റെ കൂടെ ചെറുപയർ ഇട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ജീരകം അരച്ച് ചേർക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ കുക്കർ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ വരെ കേൾക്കട്ടെ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ശർക്കരയാണ്. ശരിക്കും എടുക്കേണ്ടത് ശർക്കരയല്ല, കരിപ്പെട്ടിയാണ് കേട്ടോ. കരിപ്പെട്ടി നമുക്കൊന്ന് അലിയിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അഴുക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ എപ്പോഴും കുറച്ചൊന്ന് അലിയിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ശർക്കര ഒരു 2 അച്ച് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ കുറച്ച് മധുരം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. മധുരം ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉലുവയുടെ ആ ഒരു കയ്പ്പ് രസം അറിയില്ല. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. മരുന്ന് കഞ്ഞിയായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കരിപ്പെട്ടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇന്ന് ചെയ്തപ്പോൾ കരിപ്പെട്ടി എടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്, പക്ഷേ ശരിക്കുള്ള രീതിയിൽ നല്ല കറക്റ്റായിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് കരിപ്പെട്ടി തന്നെയാണ്. അപ്പോൾ കർക്കിടകം കഞ്ഞിയായിട്ട് ചെയ്യുകയാണെങ്കിൽ കരിപ്പെട്ടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, നിങ്ങളുടെ മധുരത്തിന് മാത്രം. ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്തവർക്ക് മധുരത്തിൻ്റെ അളവ് കുറച്ച് ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 അച്ച് ശർക്കര എടുത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു അളവിൽ കരിപ്പെട്ടി എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും എടുക്കണം എന്നില്ല. മധുരം അധികം ഇഷ്ടമല്ലാത്തവർക്ക് മധുരം കുറച്ചെടുത്താൽ മതി. അപ്പോൾ എന്താ, പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിയാവുമ്പോൾ അത്യാവശ്യം ലൂസാവണമല്ലോ. ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ശർക്കരപ്പാനിയിൽ കിടന്നത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ആ ഉലുവയുടെ ഒരു കയ്പ്പ് രസമൊന്നും നമുക്കറിയില്ല കേട്ടോ. ശരിക്കും ഈ ഒരു കഞ്ഞി കഴിക്കുമ്പോൾ ഇതിൽ ഉലുവ ചേർത്തിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല. എപ്പോഴും കൂടുതൽ, അതായത് അരിയേക്കാൾ കൂടുതൽ ഉലുവ ചേർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാണ് കൂടുതൽ നല്ലത്. അരി ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം, നമ്മൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അരിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടിയിട്ട് ഉലുവ ഒരുപാട് കുറയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ അളവിൽ തന്നെ ചെയ്യുക. ചിലർ ഉലുവ കുറച്ച് ചേർത്ത് കൊടുക്കും, കാരണം ആ ഒരു കയ്പ്പ് രസം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മുടെ ഉലുവ കഞ്ഞിയാണ്, അതുകൊണ്ട് തന്നെ അരിയുടെ അളവ് കുറച്ചിട്ട് ഉലുവയുടെ അളവ് കൂട്ടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് അളവാണ്, ആ ഒരളവിൽ ചെയ്ത് കൊടുത്താൽ മതി.
ഇനി നന്നായിട്ട് ശർക്കര പാനിയിൽ കിടന്ന് അത് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളിതിനകത്തേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കരുത്. ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. എത്രത്തോളം നിങ്ങൾക്ക് നമ്മുടെ കഞ്ഞി ലൂസായി കിട്ടണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എത്രത്തോളം ലൂസാക്കണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കുക. ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഓഫ് ചെയ്യാം. ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പായസം കഴിക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. മധുരം കുറച്ച് വേണ്ടുന്നവർക്ക് കുറച്ചാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇതിൽ ഉലുവ ചേർത്തു എന്ന് പോലും അറിയില്ല. ഇത് നമ്മുടെ കർക്കിടകത്തിന് മാത്രമല്ല കേട്ടോ, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പാലുണ്ടാവാനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ടും ഇത് കഴിക്കാവുന്നതാണ്. ഞാൻ പ്രസവിച്ച് കിടന്ന സമയത്തൊക്കെ ഈ ഒരു കഞ്ഞിയൊക്കെ അമ്മമ്മ ഉണ്ടാക്കി തരും. ഇത് അതുപോലെ തന്നെ ജീരകക്കഞ്ഞി. അങ്ങനെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ, അതായത് വെയിൽ ഉറക്കണ ടൈം എന്നൊക്കെ പറയാറുണ്ട്. രാവിലെ ഒന്നും തരില്ല, ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10 മണിയാകുമ്പോഴാണ് തരിക കേട്ടോ. ഇതുപോലെ ഈ ഒരു കഞ്ഞിയും അതുപോലെ തന്നെ ജീരകക്കഞ്ഞിയും. അതിലും ചെയ്യുമ്പോൾ ശർക്കരയല്ല ചെയ്യുന്നത്, കരിപ്പട്ടി തന്നെയാണ് കേട്ടോ. മരുന്നായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ കരിപ്പട്ടി തന്നെ ചേർത്ത് ചെയ്യുക, അപ്പോഴാണ് അതിൻ്റെ ഔഷധ ഗുണം കൂടുക. അപ്പോൾ കർക്കിടകത്തിന് മാത്രമല്ല, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ജീരകക്കഞ്ഞിയുടെ റെസിപ്പി വേണ്ടുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. സിമ്പിളാണ്, എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കരിപ്പട്ടി കിട്ടുന്നവർ മസ്റ്റായിട്ടും കരിപ്പട്ടി തന്നെ ചേർത്ത് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ശരിക്കും ആ ഉലുവയുടെ കയ്പ്പ് ഒന്നും അറിയില്ല, ഉലുവ ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ഓരോ ദിവസവും ഓരോ ടൈപ്പ് കഞ്ഞി കുടിക്കുന്നവരുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഉലുവാക്കഞ്ഞിയാണെങ്കിൽ നാളെ ജീരകക്കഞ്ഞി. അത് കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു കർക്കിടകക്കഞ്ഞി ഉണ്ടല്ലോ, ഔഷധക്കൂട്ടുകളൊക്കെ ചേർത്തിട്ട്, അങ്ങനെ. പിന്നെ ചെറുപയർ ചേർത്തിട്ട് ചെയ്യും. അങ്ങനെ ചെറുപയറും ഉലുവയും കൂടി ചേർത്തിട്ട് അരിയും ചേർത്ത് കഞ്ഞി വയ്ക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അതായത് ഇലയൊക്കെ അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് കഞ്ഞി വയ്ക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഓരോ രീതിയിലും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.